ഗംഗാതരംഗരമണീയജടാകലാപം ഗൗരീനിരന്തരവിഭൂഷിതവാമഭാഗം നാരായണപ്രിയമനംഗമദാപഹാരം വാരാണസീപുരപതിം ഭജ വിശ്വനാഥം. വിശ്വനാഥനായിരിക്കുന്ന കൈലാസനാഥൻ സാക്ഷാൽ മഹാദേവൻ പാർവതീദേവിക്ക് രാമായണ കഥകൾ പറഞ്ഞുകൊടുക്കുന്ന രൂപത്തിൽ അധ്യാത്മരാമായണം നമ്മളും അതിന് ചുവട് പിടിച്ചുകൊണ്ട് ശ്രീമദ് രാമായണീയമായും രാമായണ മകരന്ദമായും ഒക്കെ ഈ രാമായണ മാസത്തിൽ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നു. ആ പ്രഭാഷണ സബര്യ മുന്നോട്ട് പോകുമ്പോൾ നമ്മളിന്ന് യുദ്ധകാണ്ഡത്തിലേക്കാണ് എത്തി നിൽക്കുന്നത്. അതിൽ ആദ്യത്തെ 2 സർഗങ്ങളാണ് ഇന്ന് നമ്മൾ അനുസ്മരിക്കുന്നത്. ഇവിടെ ഇന്ന് മറ്റൊരു അത്ഭുതം കൂടി, കലിയുഗവരതനായ ശ്രീധർമ്മശാസ്താവിൻ്റെ മേൽശാന്തിയായി 2012-13 കാലഘട്ടത്തിൽ സേവനം അനുഷ്ഠിക്കാൻ ഭാഗ്യം സിദ്ധിച്ച എനിക്ക് ജ്യേഷ്ഠതുല്യനായ ബ്രഹ്മശ്രീ എടമന ദാമോദരൻ പോറ്റി അവർകൾ, അദ്ദേഹം ഇന്ന് എനിക്ക് ഒരു കവിത ഈ ആധുനിക സൗകര്യങ്ങൾ ഉപയോഗിച്ച് എനിക്ക് എഴുതി അയച്ചു തന്നു. കണ്ണനെക്കുറിച്ചുള്ളൊരു കവിതയാണെന്നും അതിലെ തെറ്റുകൾ തിരുത്തി അത് ഒന്ന് പാടണം എന്നും പറയുകയുണ്ടായി. ഞാൻ പറഞ്ഞു, കണ്ണനെക്കുറിച്ചുള്ള കവിതയിൽ തെറ്റുകൾ ഉണ്ടാവില്ല അല്ലേ? അതാണ് ശ്രീമദ് ഭാഗവതത്തിൻ്റെ തുടക്കത്തിൽ ശ്രീനാരദ മഹർഷി വേദവ്യാസ മഹർഷിയുടെ അടുത്ത് പറയണത്. ഇനി തെറ്റായിട്ടാണെങ്കിൽ പോലും അത് ഭക്തന്മാർ സ്വീകരിക്കും, തെറ്റുണ്ടാവില്ല. കാരണം അത് ഭഗവാനാണ് എഴുതിക്കുന്നത്, അപ്പോൾ പിന്നെ അതിൽ തെറ്റുണ്ടാവില്ല. ഏതൊരു പ്രവൃത്തിയും ഭഗവാനാണ് ചെയ്യിക്കുന്നത്. അങ്ങനെ അദ്ദേഹം അത് അയച്ചു തന്നു. അങ്ങനെ ആ ബ്രഹ്മശ്രീ ദാമോദരൻ പോറ്റി എഴുതിയ കവിത ഇവിടെ എൻ്റേതായിട്ടുള്ള രീതിയിൽ സംഗീതം ചെയ്ത് ഇവിടെ ആദ്യം ആലപിക്കാം. അതിനുശേഷം ആ ഭാഗങ്ങൾ പാരായണം, പ്രഭാഷണം എന്നുള്ള രീതിയിൽ പതിവ് പോലെ നമുക്ക് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കാം. പാരായണവും പ്രഭാഷണവും മൂർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരി. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. പുലർകാല കുസുമങ്ങളൊരുങ്ങി കണ്ണനു ഉഷകാല പായസം നേദിക്കാൻ. പുലർകാല കുസുമങ്ങളൊരുങ്ങി കണ്ണനു ഉഷകാല പായസം നേദിക്കാൻ. എള്ളെണ്ണയാടിയ മേനിയിൽ ചാർത്താൻ മഞ്ജുളമാല്യമല്ലെന്നാകിലും ഒരു മാലയുമായി അമ്പാടിയാകും ഗുരുവായൂരിലെത്തി ഞാൻ. ഗുരുവാതപുരി എത്തി ഞാൻ. ഏതൊക്കെ വേഷങ്ങൾ കാട്ടിയാലും കണ്ണാ, ഈ അമ്മയ്ക്കെന്നും നീയുണ്ണിയല്ലേ. മേൽശാന്തി ഞാൻ നിന്റെ അമ്മയല്ലേ. പുലർകാല കുസുമങ്ങളൊരുങ്ങി കണ്ണനു ഉഷകാല പായസം നേദിക്കാൻ. മുരളിയൂതിയ മുകുന്ദ നിന്നുടെ നാമസങ്കീർത്തനം മൂളാൻ. മുരളിയൂതിയ മുകുന്ദ നിന്നുടെ
നാമസങ്കീർത്തനം മൂളാൻ ഒരു മുരളികയാക്കി തരുമോ എന്നെ, ഒരു മുരളികയാക്കി തരുമോ? മുകുന്ദാഷ്ടകമൊന്നു കേൾക്കാൻ മുരഹരെ സോപാനപ്പടിയേറ്റി തരുമോ, സോപാനപ്പടിയേറ്റി തരുമോ? ആദരവോടടിയൻ അർപ്പിക്കാം അർഘ്യപാദ്യാദികൾ നിൻചാരേ. പുലർകാല കുസുമങ്ങൾ ഒരുങ്ങി കണ്ണനു ഉഷകാല പായസം നേദിക്കാം. കണ്ണൊന്നു നിറഞ്ഞാൽ കാലൊന്നിടറിയാൽ, കണ്ണൊന്നു നിറഞ്ഞാൽ കാലൊന്നിടറിയാൽ ഓടിയണയുമെൻ കണ്ണാ. കണ്ണാ കണ്ണാ കണ്ണൊന്നു നിറഞ്ഞാൽ കാലൊന്നിടറിയാൽ ഓടിയണയുമെൻ കണ്ണാ. ഒരു കൊഞ്ചലുമായി പുൽകുന്നൊരുണ്ണി, ഗുരുവായൂർ വാഴുന്നൊരുണ്ണി. നിൻ പാദം തേടുമാ തുളസീദളം പോലെ അടിയനെ ചേർക്കണേ കണ്ണാ. ആദരവോടടിയൻ അർപ്പിക്കാം അർഘ്യപാദ്യാദികൾ വേണ്ടുവോളം. പുലർകാല കുസുമങ്ങൾ ഒരുങ്ങി കണ്ണനു ഉഷകാല പായസം നേദിക്കാൻ. എള്ളെണ്ണയാടിയ മേനിയിൽ ചാർത്താൻ മഞ്ജുളമാല്യമല്ലെന്നാകിലും ഒരു മാലയുമായി അമ്പാടിയാകും ഗുരുവായൂരിലെത്തി ഞാൻ. ഗുരുവാദപുരിയിലെത്തി. ഏതൊക്കെ വേഷങ്ങൾ കാട്ടിയാലും കണ്ണ, ഈ അമ്മയ്ക്കെന്നും നീ ഉണ്ണിയല്ലേ. മേൽശാന്തി ഞാൻ നിന്റെ അമ്മയല്ലേ. പുലർകാല കുസുമങ്ങളൊരുങ്ങി കണ്ണനു ഉഷകാല പായസം നേദിക്കാം. ഈ അമ്മയ്ക്കെന്നും നീ ഉണ്ണിയല്ലേ കണ്ണാ. മേൽശാന്തി ഞാൻ നിന്റെ അമ്മയല്ലേ. മേൽശാന്തി ഞാൻ നിന്റെ അമ്മയല്ലേ. നിന്റെ അമ്മയല്ലേ നീയൻ കണ്ണനല്ലേ. ഞാൻ നിൻ അമ്മയല്ലേ നീയൻ കണ്ണനല്ലേ. തൻ്റെ ഭക്തനാം വായുപുത്രൻ്റെ വാക്കുകൾ കേട്ട നേരത്തോ താമര കണ്ണനായ ശ്രീരാമൻ ചൊല്ലിനാനേറെ മോദത്താ. ദേവർക്കു പോലും ദുഷ്കരമാകും കർമ്മം ചെയ്തു ഹനുമാനും. ദൈത്യരെ കൊല്ലാൻ സാഗരം താണ്ടാൻ എന്തു ചെയ്യും നാം എല്ലാരും. ജാനകി തൻ്റെ ചാരത്തു
പോയ വായുനന്ദന കർമ്മങ്ങൾ ജഗത്തിലാർക്കുമേ ചെയ്യുവാനാക ഇനിയാരുമിതു ചെയ്യില്ല. എങ്കിലും കടൽ എന്നതോർക്കുമ്പോൾ ശക്തിയെല്ലാമേ ചോരുന്നു. എന്തു ചെയ്യും നാം സേതുബന്ധനം ചെയ്തു ലങ്കയിലെത്തുവാൻ. രാമഭാഷിതം കേട്ടു വാനര രാജനാകിയ സുഗ്രീവൻ രാഘവ തവ വ്യാകുലതയെ കൈവിട്ടിടുക ഈ ക്ഷണം. സാഗരം കടന്നെത്തുവാനുള്ള സൂത്രത്തെ ആദ്യം നോക്കുക. സംശയം വേണ്ട, രാവണവധം തീർച്ചയായും നടന്നിടും. വില്ലെടുത്തവനാകും രാമനെ ഇല്ല തോൽപ്പിക്കാൻ മറ്റാരും. വല്ലഭയുടെ ചാരയെത്തിടും കൊല്ലും രാക്ഷസ സംഘത്തെ. വിജയത്തെ കാട്ടും പല നിമിത്തവും കാണുന്നു ഞാനും ഇന്നിതാ. വേണ്ടയൊട്ടുമേ ആകുലതകൾ അങ്ങേക്കു തന്നെ വിജയവും. രാമ രാഘവ രാമ രാഘവ രാമ രാഘവ രക്ഷമാം. രാമ രാഘവ രാമ രാഘവ രാമ രാഘവ രക്ഷമാം എന്നതു കേട്ടു രാമചന്ദ്രനോ മാരുതിയോടു ചൊല്ലിനാൻ. എത്രയും വേഗം ലങ്ക തന്നുടെ രക്ഷയെങ്ങിനെ ചൊല്ലുക എന്നതു കേട്ടു ശ്രീഹനുമാനും ചൊല്ലി ലങ്കതൻ വർണ്ണന. എത്രയും സിദ്ധമായിട്ടുള്ളതാം പർവതമാം ത്രികൂടത്തിൽ മധ്യയായിട്ടു പിന്നിടുന്നല്ലോ സ്വർണവർണ്ണത്തിൽ ലങ്കയും. മന്ദിരങ്ങളും ആരാമങ്ങളും രക്ഷയ്ക്കായി കിടങ്ങുകൾ. പശ്ചിമഭാഗെ ആയിരങ്ങളായി ആനതൻ പട നിൽക്കുന്നു. പൂർവഭാഗത്തോ എണ്ണമറ്റതാം രാക്ഷസ പട കാക്കുന്നു. ദിക്കുകളിൽ വടക്കു ഭാഗത്തു അശ്വസേനയും കാലാളും. തെക്കുഭാഗത്തും മധ്യഭാഗത്തും രാക്ഷസ വീരർ ധാരാളം. പീരങ്കികൾ തുരങ്കങ്ങൾ പിന്നെ യുദ്ധക്കോപ്പും അനവധി. പലതുമുണ്ടല്ലോ ലങ്കയിൽ സ്വാമിൻ, എങ്കിലും അതു നിസ്സാരം. സേനാവൃന്ദത്തിൻ നാലിലൊന്നു ഞാൻ ഇല്ലാതെയാക്കി രാഘവ. സേവകരായി വന്നിടുന്നോരു വാനരർക്കിതു നിസ്സാരം. സേവക പ്രിയനായ താവക ഈക്ഷണത്താലെ ലങ്കയും
കേവലം ഒരു കൈക്കുടന്നയിൽ കൊള്ളുന്ന ഭസ്മമായിടും. രാമ രാഘവ രാമ രാഘവ രാക്ഷസാന്തക പാഹി മാം. രാവണാന്തക രാവണാന്തക രാമ രാഘവ രക്ഷമാം. പോയി വന്നോര മാരുതി തൻ്റെ ലങ്കാവർണ്ണന കേട്ടപ്പോ പൂർണ്ണനാകിയ കോസലേശനം രാമചന്ദ്രനും ചൊല്ലിനാ. പോയിടാം നമുക്കൊത്തൊരുമിച്ചു സാഗര തീരത്തേക്ക് പോ. എന്നുടെ വലം കണ്ണിതാ നന്നായി വേണ്ട പോലെ തുടിക്കുന്നു. അഞ്ജനാപുത്രൻ തൻ്റെ തോളിലായി പോയിടാം ഞാനും സുഗ്രീവ. അങ്ങോ എന്നൂടെ കൂടെ പോരുക, സൈന്യം പിന്നിലായി പോരട്ടെ. അംഗദനാകും വീരവാനരൻ ലക്ഷ്മണനെ വഹിക്കുക. അർക്കചന്ദ്രസമാനരായി മിന്നി അർക്കവംശേ പിറന്നവർ. പത്നിയെയോർത്തു രാമചന്ദ്രനോ സാഗര തീരം തന്നിലായി. പാരം ദുഃഖിതനായ പോലവേ നല്ല പോലെ നടിച്ചല്ലോ. പാരിനെന്നുമേ ആനന്ദം നൽകും പരമാത്മാവല്ലോ രാഘവൻ. പിന്നെ എങ്ങിനെ ദുഃഖമുണ്ടാകും എല്ലാം ശ്രീരാമ ലീലകൾ. രാമ രാഘവ രാക്ഷസാന്തക ജാനകീപതേ രക്ഷമാം. രാമ രാഘവ കൗസല്യാത്മജ ലക്ഷ്മണാഗ്രജ രക്ഷമാം. പാഹി മാം രക്ഷമാം. പാഹി മാം രക്ഷമാം. കല്യാണാനാം നിധാനം കലിമലമഥനം പാവനം പാവനാനാം പാധേയം. യന്മുമുക്ഷോ സപതി പരപദപ്രാപ്തയേ പ്രസ്ഥിതസ്യ വിശ്രാമസ്ഥാനമേകം കവിവരവചസാം ജീവനം സജ്ജനാനാം. ബീജം ധർമ്മദ്രുമസ്യ പ്രഭവതു ഭവതാം ഭൂതയേ രാമനാമ. ജാനകീകാന്തസ്മരണം ജയ് ജയ് രാമ രാമ. സുന്ദരകാന്ഡം കഴിഞ്ഞ് യുദ്ധകാന്ഡത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നു. ഭഗവാന്റെ കാരുണ്യാതിരേകം കൊണ്ട് ഇന്ന് യുദ്ധകാന്ഡത്തിലെ ആദ്യത്തെ 2 സർഗങ്ങളാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. ആദ്യത്തെ സർഗം പടനീക്കം. ആ ഭടന്മാര്, രാമന്റെ പാദദാസന്മാരായിട്ടുള്ള വാനരന്മാര് ഹനുമാന്റെ വാക്കുകൾ കേട്ട് എന്തു ചെയ്യണം എന്ന് ആലോചിക്കുന്ന രംഗം ആണ് മഹാദേവൻ പാർവതിക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയത്. ഹനുമത വാക്യം ശ്രുത്വ, ഹനുമാന്റെ വാക്യം കേട്ടിട്ട്
ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമി കപടമാനുഷ വേഷം കെട്ടിയാടുന്ന അവിടുന്ന് പറഞ്ഞു, ഹനുമാൻ ചെയ്ത കാര്യം ദേവന്മാർക്ക് പോലും ദുഷ്കരമാണ്, എന്നാൽ ഭക്തന്മാർക്കത് സാധിക്കും എന്ന് ഭഗവാൻ പറയാതെ പറയുകയാണോ? സംശയമില്ല, അങ്ങനെ തന്നെയാണ്. ഭക്തന്മാർക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. ഭഗവാന്റെ കാരുണ്യമുണ്ടെങ്കിൽ നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ വളരെ വേഗത്തിൽ നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ 100 യോജന വിസ്താരമുള്ള സാഗരം ഹനുമാൻ കടന്നു. ഇനി ആർക്കാ അത് കടക്കാൻ സാധിക്കുക? ആ ലങ്കയെ തകർക്കാൻ ആർക്കു സാധിക്കും? അപ്പോ ലോകത്തിൽ ഇതുവരെ ഇങ്ങനെ ഒരാളുണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുമെന്നും തോന്നുന്നില്ല. ജാനകീ ദർശനം നേടിയ ഈ ഹനുമാൻ രഘുകുലത്തെയും അതേപോലെ എന്നെയും ലക്ഷ്മണനെയും സുഗ്രീവനെയും ഒക്കെ രക്ഷിച്ചു. ഏതായാലും ആ അന്വേഷണം വേണ്ടതുപോലെ പൂർത്തിയാക്കി തിരിച്ചു വന്നുല്ലോ. പക്ഷേ സമുദ്രം മനസാ സ്മൃത്വ മമൻ മന സീതതീ ഇവ. എൻ്റെ മനസ്സ്, എൻ്റെ ചേതന തളരുന്നത് പോലെ തോന്നുന്നു സമുദ്രത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ. എങ്ങനെ കടക്കാൻ സാധിക്കും? മാരുതിക്ക് സാധിച്ചു, അതുകൊണ്ട് മാനവന്മാരായിട്ടുള്ള നമുക്ക് സാധിക്കുമോ? സാധിക്കില്ല. വായുപുത്രനാണ് ഇദ്ദേഹം. രാമൻ ദാ കപടമാനുഷവേഷം ഭംഗിയായിട്ട് കെട്ടിയാടുകയാണ് അവിടെ. അപ്പോ ഈ കടൽ കടന്ന് എങ്ങനെയാണ് ഞാൻ കഥം രിപും ഹന്യാം ജാനകിം കഥം ദ്രക്ഷ്യാമി, ആ വൈരിയെ, ആ രാവണനെ നിഗ്രഹിച്ച് ഞാൻ എങ്ങനെയാണ് ജാനകിയെ കാണുക? എനിക്ക് നിശ്ചയില്ല. ഇത് കേട്ടപ്പോൾ സുഗ്രീവൻ ആ രാമപാദങ്ങളിൽ വീണ് നമസ്കരിച്ചിട്ട് പറഞ്ഞു, അങ്ങ് വിഷമിക്കേണ്ട, ഈ വലിയ മുതലകളും മത്സ്യങ്ങളും നിറഞ്ഞ ആ സാഗരത്തെ തരണം ചെയ്ത് നമ്മൾ ലങ്കയിൽ എത്തിച്ചേരും, രാവണനെ നമ്മൾ നിഗ്രഹിക്കും. അങ്ങ് വ്യാകുലപ്പെട്ടിരിക്കേണ്ട സമയമല്ലാതെ. നിരവധി വാനരശ്രേഷ്ഠന്മാര് അങ്ങയ്ക്ക് വേണ്ടി പാവകം പ്രവേഷ്ടുമപി, നമ്മൾ പറയില്ലേ, തീയിൽ ചാടാൻ പോലും തയ്യാറാണ് എന്ന് വെച്ചാൽ എന്തിനും തയ്യാറായിട്ടുള്ള നിരവധി വാനരന്മാരിവിടെയുണ്ട്. ഇതാ അവരെ ഒന്ന് കണ്ടു നോക്കൂ. കടൽ കടക്കുന്നതിന് എന്താ വഴി എന്നൊന്ന് ആലോചിച്ചാൽ മാത്രം മതി. ലങ്ക കാണുന്നതോടുകൂടി ദശഗ്രീവൻ, ആ രാവണൻ കൊല്ലപ്പെട്ടു എന്ന് നമുക്ക് ഉറപ്പിക്കാം. പിന്നെ ഈ ലോകത്തിൽ വില്ലേന്തി നിൽക്കുന്ന രാമനെ തോൽപ്പിക്കാൻ ആർക്കാ സാധിക്കുക? 3 ലോകത്തിലും ആർക്കും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ വിജയം നമുക്ക് തന്നെയാണ്. ദാ പല നല്ല നിമിത്തങ്ങളും ദുർനിമിത്തങ്ങളൊക്കെ ഇല്ലാതെയായി. എല്ലാം നല്ല നിമിത്തങ്ങളാണ്, ശുഭലക്ഷണങ്ങളാണ് കാണണത്. അതുകൊണ്ട് അങ്ങ് വിഷമിക്കേണ്ട എന്ന് സുഗ്രീവൻ പറഞ്ഞപ്പോ ശ്രീരാമചന്ദ്രസ്വാമി ഹനുമാന്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് എങ്ങനെയാണെങ്കിലും ആ പാരാവാരം, ഈ സമുദ്രം കടക്കാണ്ട് നിവൃത്തിയില്ല. പക്ഷേ കടന്ന് അവിടെ എത്തുന്നതിന് മുമ്പ് എന്താണ് അവിടുത്തെ സ്ഥിതി എന്നറിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ എളുപ്പമുണ്ട്. അതുകൊണ്ട് പറയൂ എന്ന് പറഞ്ഞപ്പോൾ ഹനുമാൻ താൻ കണ്ട ലങ്കയെക്കുറിച്ച് ഇവിടെ വിവരിക്കുകയാണ്. പിന്നീട് പറഞ്ഞു, ഞാൻ ദാ കണ്ടത് അങ്ങയെ കേൾപ്പിക്കാന്ന് പറഞ്ഞു. ത്രികൂടശിഖരത്തിന്റെ മുകളിൽ മധ്യത്തിലായി ആണ് സ്വർണപ്രാകാരങ്ങളോടുകൂടിയ സുവർണ ലങ്ക എന്നാണ് പറയാറ് തന്നെ. അങ്ങനെ സ്വർണം നിറഞ്ഞിട്ടുള്ള ഒരു ലങ്ക, സ്വർണപുരി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ കനകസൗധങ്ങൾ നിരവധി, അതേപോലെ തെളിനീർ നിറഞ്ഞ കിടങ്ങുകൾ. അങ്ങോട്ട് കടക്കണമെങ്കിൽ ഈ കിടങ്ങ് കടക്കണം, അത് കടക്കാൻ എളുപ്പമല്ല. പിന്നെയോ അതേപോലെ തന്നെ ആരാമങ്ങൾ ധാരാളം, ദിവ്യമായിട്ടുള്ള തടാകങ്ങള്, മണിസ്തംഭങ്ങൾ നിറഞ്ഞ ശുഭഭവനങ്ങൾ. അങ്ങനെ വളരെ ശോഭായനമാണ് ഈ ലങ്ക എന്നുള്ളത്. പിന്നെയോ പടിഞ്ഞാറേ ഗോപുരദ്വാരത്തിൽ പശ്ചിമദ്വാരം, അവിടെ ആയിരക്കണക്കിന് ആന പട ആണ് അവിടെ കാത്തു നിൽക്കുന്നത്. നിരവധി ആനകളുടെ പുറത്ത് രാക്ഷസന്മാര് കാത്തു നിൽക്കുന്നു. കാലാൾപ്പടയോടൊത്ത് കുതിരപ്പടയാണ് വടക്കേ വാതിക്കൽ കാത്തു നിൽക്കുന്നത്. പിന്നെയോ കിഴക്കേ ദിക്കില് എണ്ണമറ്റ രാക്ഷസന്മാര്, എത്രയാണെന്ന് പറയാൻ പറ്റില്ല, അത്രയും ആളുകളുണ്ട്. തെക്കേ കോട്ടവാതിലോ അവിടെയും അങ്ങനെ തന്നെ. നമ്മൾ കയറി ചെല്ലുന്ന തെക്കേ കോട്ടവാതിലും അങ്ങനെ തന്നെയാണ്. മധ്യഭാഗത്തോ അവിടെ ആന, കുതിര, തേര്, കാലാൾപ്പട, ചതുരംഗ സൈന്യം അവിടെ ലങ്കയെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. പല തുരങ്കങ്ങള്, അതേപോലെ പീരങ്കികള്. ലങ്ക ഇങ്ങനെയൊക്കെ സുരക്ഷിതമാണെങ്കിലും ദേവേശ ഏവം സ്ഥിതേ അപി മേ തത്ര ചേഷ്ടിതം ശൃണു, ഞാൻ അവിടെ ചെയ്ത കാര്യങ്ങൾ കൂടി അങ്ങയോട് പറയാം. രാവണ സേനാവൃന്ദത്തിന്റെ 1/4 ഭാഗം
ഇപ്പോൾ ഞാൻ ഇല്ലാതെയാക്കി കഴിഞ്ഞു. ലങ്കാപുരി ചുട്ടരിച്ച് അവൻ്റെ കനക കൊട്ടാരം അതിപ്പോൾ കരിക്കട്ട പോലെയായി. അങ്ങനെ ആക്കി മാറ്റിയിട്ടുണ്ട് ഞാൻ. പീരങ്കികളും അതേപോലെ തുരങ്കങ്ങളും ഗുപ്തമാർഗങ്ങൾ അറിയാതെ കടന്നു പോകാനുള്ള വഴികളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ നശിപ്പിച്ചു. അങ്ങക്ക് ഇതിനെക്കുറിച്ചൊക്കെ എന്തിനാ അതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത് ദേവ? ത്വദ്ദർശനാലേവ ലങ്കാ ഭസ്മീകൃത ഭവേൽ. എനിക്കതൊക്കെ കത്തിക്കേണ്ടി വന്നു ഭസ്മമാക്കാൻ. അങ്ങക്ക് ഒരൊറ്റ നോട്ടം കൊണ്ട്, ആ നോട്ടം ദേഷ്യത്തോടു കൂടിയാണെങ്കിൽ അത് ഭസ്മമായിട്ട് തീരും, അത് പ്രേമത്തോടു കൂടിയാണെങ്കിൽ അവരൊക്കെ തന്നെ ആ സായുജ്യത്തിലേക്ക് എത്തിച്ചേരും. അത്രയും ശ്രേഷ്ഠമാണ് അവിടുത്തെ ആ ഈക്ഷണം, ആ നോട്ടം. അതുകൊണ്ട് തന്നെ തൽക്ഷണം ലങ്കഭസ്മമായിട്ട് തീരും. ഏതായാലും നമുക്ക് ഇപ്പൊ തന്നെ വാനരന്മാരോടുകൂടി നമുക്ക് ആ കടലിന്റെ തീരത്തേക്ക് പോവുക എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ശരി, എന്നാൽ എല്ലാവരും തയ്യാറായിക്കോളൂ എന്ന് ഭഗവാൻ നിർദ്ദേശം കൊടുത്തു. സുഗ്രീവനോട് പറഞ്ഞു, സുഗ്രീവ, ദാ വിജയ മുഹൂർത്തം, ഇപ്പൊ മുഹൂർത്തം വിജയ എന്നുള്ള ആ മുഹൂർത്തമാണ്. അപ്പൊ ഇത് വളരെ നല്ല സമയമാണ്, പോവാൻ പറ്റിയ സമയമാണ്. ആ കോട്ടമതിലുകളോടുകൂടിയ ലങ്കയെ മുച്ചൂടും മുടിക്കാൻ, രാവണനെ കൂടി നശിപ്പിക്കാൻ, സീതയെ കൊണ്ടുപോരാൻ നമ്മളിതാ പുറപ്പെടുകയാണ്. എൻ്റെ വലതുമിഴി അടക്കം വലതുഭാഗം വല്ലാതെ തുടിക്കുന്നുണ്ട് അല്ലേ? നമ്മൾ പറഞ്ഞു ആദ്യം അങ്ങനെയാണ്. ആ ഹനുമാൻ ലങ്കയിലേക്ക് എത്തിച്ചേർന്നപ്പോൾ സീതയുടെയും രാവണന്റെയും ഇടതുഭാഗം തുടിച്ചുവെന്നും ആണ് നമ്മൾ കേട്ടത്. അപ്പോൾ സീതയുടെയും രാവണന്റെയും ഇടതുഭാഗം തുടിച്ചു എന്ന് പറഞ്ഞാൽ സീതയ്ക്ക് ശുഭവും രാവണന് അശുഭവും. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വലതുഭാഗം തുടിക്കുകയാണ് വേണ്ടത്. ഇവിടെ ശ്രീരാമന്റെ വലതുഭാഗം ദാ തുടിച്ചു എന്നിങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴോ ഗണമുഖ്യന്മാരായിട്ടുള്ള ആളുകൾ, ഓരോ സേനയുടെയും ഓരോ ഗണത്തിൻ്റെയും കൂട്ടത്തിൻ്റെയും നേതാക്കൾ മുമ്പിൽ അവർ തന്നെ രണ്ടു വശത്തും ആയിട്ട് ആ കേമന്മാരായിട്ടുള്ള ആളുകൾ ഈ വാനരപ്പടയുടെ ചുറ്റുമായിട്ടുണ്ടാവണം. സുഗ്രീവൻ പ്രത്യേകം നിർദ്ദേശം കൊടുത്തു. നടുവില് സാധാരണ ആളുകൾ ഹനുമാന്റെ തോളിലേറി, ഭഗവാൻ പറഞ്ഞു ഹനുമാന്റെ തോളിലേറി ഞാൻ പൊക്കോളാം, എൻ്റെ അനുജനായ ലക്ഷ്മണനെ ബാലിപുത്രനായിരിക്കുന്ന അംഗദൻ ചുമലിലേറ്റട്ടെ, നിങ്ങൾ എൻ്റെ കൂടെ വരണം. സുഗ്രീവനോട് പ്രത്യേകമായിട്ട് പറഞ്ഞു. ഗജൻ, ഗവാക്ഷൻ, ഗവയൻ, മൈന്ദൻ, ദ്വിവിധൻ, നളൻ, നീലൻ, സുഷേണൻ, ജാമ്പവാൻ തുടങ്ങിയ സേനാപതികള് അവര് മുമ്പില് ആ സേനയെ നയിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ശ്രീരാമൻ ലക്ഷ്മണനോട് കൂടി ഇതാ ഹനുമാന്റെയും അംഗദന്റെയും തോളില് കയറി. സുഗ്രീവൻ ഇവരുടെ നടുവില്. അങ്ങനെ ദാ ആ കപി കുലം ഒന്നടങ്കം ആഞ്ഞടിക്കുകയാണ് കടലിനടുത്തേക്ക്. അങ്ങനെ അവര് അലറിക്കൊണ്ട് ആർത്തട്ടഹസിച്ചും കൊണ്ട് ധാരാളം ഫലങ്ങളും അതേപോലെ തേനൊക്കെ കുടിച്ച് തെക്ക് ദിക്കിലേക്ക് പോയി. അവരെന്താ പറയണത്? അദ്യ രാവണം ഹനിഷ്യാമ, അദ്യ രാവണം ഹനിഷ്യാമ, ഇന്ന് രാവണന്റെ കഥ കഴിക്കും. ഏവം രാഘവസ്യ അഗ്രേ ബ്രുവന്ത, രാമന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അവരെന്താ പറയണത്? ഇന്ന് രാവണനെ കൊല്ലും, ഇന്ന് രാവണനെ കൊല്ലും. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ രാമനും ലക്ഷ്മണനും ഇവരുടെ ഒപ്പം ഇങ്ങനെ പോകുമ്പോ ഏതുപോലെ എന്നാ പറയണത്? ചന്ദ്രനും സൂര്യനും പോലെ അവര് മിന്നിത്തിളങ്ങി എന്നിങ്ങനെ പറയണു. ചന്ദ്രനും സൂര്യനും ഒരുമിച്ച് കാണല് നമ്മൾ പതിവില്ല. പക്ഷേ ഇവിടെ രാമലക്ഷ്മണന്മാരാകുന്ന ആ സൂര്യചന്ദ്രന്മാര് അവരെ കാണാനായിട്ട് ഇങ്ങനെ സാധിച്ചു എന്നാണ്. അങ്ങനെ ആ വാലിന്റെ അഗ്രഭാഗമൊക്കെ ഇങ്ങനെ പൊക്കിപ്പിടിച്ച് മരങ്ങൾ പുഴക്കി എറിഞ്ഞ് മാമലകളൊക്കെ ഇങ്ങനെ കയറി വായുവേഗത്തിൽ വാനരസംഘം അവിടുന്ന് വന്ന് എവിടെ? ആ സമുദ്രത്തിന്റെ തീരത്തേക്ക് എത്തിച്ചേർന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള യാത്രയിൽ ഒരു സ്ഥലത്ത് പോലും അവർക്കൊരു വിഘ്നം ഉണ്ടായില്ല, ഒരു സ്ഥലത്തും അവർ തങ്ങിയില്ല എന്നാണ്. മലയപർവ്വതം, സഹ്യപർവ്വതം തുടങ്ങിയ ആ പർവ്വതങ്ങളും അവിടുത്തെ വനങ്ങളും ഒക്കെ കണ്ട് അതൊക്കെ കടന്ന് മലയാളിയുടെ അടുത്തേക്ക് വന്നു. ഹനുമാന്റെ തോളിൽ നിന്ന് ഇറങ്ങി ശ്രീരാമചന്ദ്രസ്വാമി. എന്നിട്ടോ നമുക്ക് എല്ലാവർക്കും ഈ സമുദ്രതീരത്ത് ഇവിടെ ഇന്ന് കഴിയാം. ഇവിടുന്ന് ഇനി എന്ത് വേണമെന്ന് നമുക്ക് ആലോചിക്കണം. ഇവിടെ പടത്താവളം ഇവിടെ ആവാം എന്നിങ്ങനെ പറഞ്ഞപ്പോൾ സുഗ്രീവൻ ആ സേനയെ അലകടലിനരികെ വേണ്ടതുപോലെ നിർത്തി. സാഗരം കാണുമ്പോൾ അവർക്ക് കുറച്ചൊരു പേടി വരുന്നുണ്ട്. പക്ഷെ കരുണാസാഗരനായിരിക്കുന്ന ശ്രീരാമനെ കാണുമ്പോൾ അവർക്കെല്ലാം ഭംഗിയാവുന്നുള്ളൊരു ഉറപ്പുണ്ട്. ഏതായാലും
അവരിങ്ങനെ ആലോചിച്ചു, എങ്ങനെയായി ഈ സാഗരത്തെ നമുക്ക് തരണം ചെയ്യാനായിട്ട് സാധിക്കുക? നമ്മൾ കൊല്ലേണ്ട ആളാണ് രാവണൻ, അവനിവിടെ ഇങ്ങനെ സുഖമായിട്ടിരിക്കുക പറഞ്ഞാൽ ശരിയാവില്ല. രാമൻ വല്ലാതെ വേദനിക്കുന്നത് പോലെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. സത്യത്തിൽ അദ്വിതീയ ചിതാത്മാ ഏക സനാതന പരമാത്മാ അപി, അദ്വിതീയനും ചിതാത്മാവും ഏകനും ശാശ്വതനും പരമാത്മാവുമാണെങ്കിലും മനുഷ്യവേഷം കെട്ടിയപ്പോൾ സീതാം ബഹുധാ വിലപ്യ, സീതയെ ഓർത്ത് ഉറക്കെ കരയാനായിട്ട് തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ സീതയെ, നിന്നെ കാണാൻ എനിക്ക് എന്നാ സാധിക്കുക എന്നൊക്കെ കാണിക്കുകയാണ്. ഭഗവാന്റെ ഒരു വേഷം, ഒരു മനോഹരമായിട്ടുള്ള വേഷം കെട്ടി ആടൽ എന്ന് മാത്രമേ ഉള്ളൂ. സത്യത്തിൽ ആനന്ദസ്വരൂപിയാണ് അവിടുന്ന്. അവിടുത്തെ ഭക്തന്മാരെ പോലും ദുഃഖം സ്പർശിക്കില്ല. അപ്പൊ പിന്നെ അവിടുത്തെ സ്പർശിക്കോ? അപ്പൊ സുഖം, ദുഃഖം, അതേപോലെ ഭയം, കോപം, ലോഭം, മോഹം, മതം തുടങ്ങിയവയൊക്കെ അജ്ഞാനത്തിന്റെ അടയാളങ്ങളാണ്. ജ്ഞാനമൂർത്തിയായിരിക്കുന്ന ഭഗവാൻ ഇതൊക്കെ ഉണ്ടാവോ? ഉണ്ടാവില്ല. എങ്കിലും ഭഗവാൻ അങ്ങനെയൊക്കെ കാണിച്ചു എന്ന് മാത്രം. രാമ പരാത്മാ പുരുഷപുരാണോ നിത്യോദിതോ നിത്യസുഖോ നിരീഹ തഥാപി മായാഗുണസംഗതോസൗ സുഖീവ ദുഃഖീവ വിഭാവ്യത അബുധൈഹി. അബുധന്മാരായിട്ടുള്ള ആളുകൾ, അജ്ഞന്മാരായിട്ടുള്ള ആളുകൾക്ക് ഇങ്ങനെയൊക്കെ തോന്നും, രാമൻ കരയണു എന്നൊക്കെ തോന്നും. നിത്യപ്രകാശനായി, നിത്യാനന്ദനായി, നിരീഹനായി, നിഷ്കാമനായി, മായാഗുണങ്ങളോടുള്ള ചേർച്ച കൊണ്ട് താൻ സുഖിയെപ്പോലെയും ദുഃഖിയെപ്പോലെയും കാണുന്നതായിട്ട് അവിടെ മറ്റുള്ള ആളുകൾക്ക്, അജ്ഞന്മാരായിട്ടുള്ള ആളുകൾക്ക്, ബുദ്ധിയില്ലാത്ത ആളുകൾക്ക് അവർക്കൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ടാവാം എന്ന് പറയുകയാണ് അവിടെ മഹാദേവൻ പാർവതീദേവിയുടെ അടുത്ത്. അങ്ങനെയാണ് ആദ്യത്തെ സർഗം അവിടെ പൂർത്തിയാവണത്. ഇനി നമുക്ക് രണ്ടാമത്തെ സർഗം, വിഭീഷണൻ രാവണന്റെ അടുത്ത് നിന്ന്, ലങ്കയിൽ നിന്ന് പോന്ന രാമപാദങ്ങളിലേക്ക് എത്താൻ തീർച്ചപ്പെടുത്തുന്ന രംഗം. അതാണ് വിഭീഷണ നിഷ്ക്രമണം എന്ന രണ്ടാമത്തെ സർഗം. അതിൻ്റെ ആ രാമായണീയ ഭാഗം ആദ്യം പാരായണം ചെയ്യാം. അതിനുശേഷം ഈ രംഗത്തെ നമുക്ക് അനുസ്മരിക്കാം. ജാനകീകാന്തസ്മരണം ജയ് ജയ് രാമ രാമ. അബ്ധിക്കര സേതുബന്ധന ചർച്ച നന്നായി നടക്കവേ, അബ്ധിക്കരെ രാമഭക്തന്റെ വീര്യത്തെ ചർച്ച ചെയ്തല്ലോ. ആമത്യരൊക്കെ വന്നു ചേർന്നൊര രാവണ സഭ തന്നിലോ. ആകുലനായി രാവണൻ പിന്നെ ഇപ്രകാരത്തിൽ ചൊല്ലിന, സാഗരം താണ്ടി ലങ്കയിലെത്തി ലങ്കാലക്ഷ്മിയെ മർദ്ദിച്ചും സാനന്ദം ഉദ്യാനങ്ങളെയൊക്കെ ഇല്ലാതാക്കിയും വേഗത്തിൽ സായുധമെന്തി ചെന്നവരാകും രാക്ഷസന്മാരെ കൊന്നിടും. സീതയെ കണ്ടുപോയവൻ ഇവനാരടോ ഇത്ര ശക്തിമാൻ, എന്തു നാം ഇനി ചെയ്യണം മമ നന്മയ്ക്കായിട്ടു കൂട്ടരെ. എങ്ങിനെയിനു ദുർഘടങ്ങളെ ഇല്ലാതാക്കിടും ഭംഗിയായി എന്നതു കേട്ടു രാക്ഷസർ ചൊല്ലി ലോകജേതാവം രാവണ. എന്തിനു ദുഃഖം രാമനോ വെറും മാനവൻ തന്നെയാണല്ലോ. ഇന്ദ്രനെ പോലും തോൽപ്പിച്ചുള്ളതാം താപകപുത്രൻ കൂടാതെ ഇന്ദ്രനെക്കാളും ശക്തിയുള്ളതാം രാക്ഷസന്മാരനവധി. ഇച്ഛ പോലവെ തോൽപ്പിച്ചല്ലോ നീ പുഷ്പകം സ്വന്തമാക്കിനാൻ. ഇവിടെ കാലനും പേടിയാണല്ലോ രാവണാന്തികെ നിൽക്കുവാൻ. രാമ രാഘവ രാമ രാഘവ രാമ രാഘവ രക്ഷമാം. രാമ രാഘവ രാമ രാഘവ രാമ രാഘവ പാഹിമാം. ഓംകാരം കൊണ്ടു വരുണനെയും തൻ വരുതിയിലാക്കി നീ പണ്ടേ. ഹോമാഗ്നിയിലായി നെയ്യു പോലവെ പുത്രിയെ നൽകി മയനും ഹാ. ഹനുമാനെ വെറും വാനരനായി ചിന്തിച്ചു നാമോ അന്തിച്ചു. ഹരിയാണെങ്കിലും രാമചന്ദ്രനെ ശരിയാക്കിയിടും നാം നിശ്ചയം. ഈ സമയത്തു ഏട്ടനോടൊതി കുംഭകർണനും സാദരം. ഈ വിധം ഭവൻ ചെയ്ത കർമ്മങ്ങൾ നാശകാരണമായിടും. ഇക്ഷിതിയിലെ ദുഃഖങ്ങൾ തീർക്കാൻ വന്നവനല്ലോ ശ്രീരാമൻ. ഇന്ദിരയാകും ലക്ഷ്മി താനല്ലോ സീത എന്നും അറിയുക.
സർവജ്ഞതയാലെ അങ്ങു ചെയ്തത കർമ്മജാലങ്ങളൊക്കെയും അനുചിതമെന്നു ഓർക്കുന്നു. പക്ഷെ ഇത്തരത്തിലാണെങ്കിലും അനുജനായ ഞാൻ ഉചിതമായതം കർമ്മമൊക്കെ ചെയ്തിടാം. അടിയനേകുക താവക കരമലരിനാലെ അനുഗ്രഹം. ഇവരെയൊക്കെ ഞാൻ ഏകനയമപുരിയിലേക്കു അയച്ചിടാം. ഇന്ദ്രനെ പോലും തോൽപ്പിച്ച മേഘനാഥൻ ഗർവോടെ ചൊല്ലിനാൻ. ഇതു കേട്ടുവന്നു ലങ്കേശൻ തന്റെ സോദരന വിഭീഷണൻ. ഇത്തരത്തില ഏട്ടനോടവം ചൊല്ലിനാൻ ശുഭകാംക്ഷിയായി. രാമ രാഘവ രാമ രാഘവ രാമ രാഘവ രക്ഷമാം. രാമ രാഘവ രാമ രാഘവ രാമ രാഘവ പാഹിമാം. മേഘനാഥനും കുംഭകർണനും നികുംഭൻ കുംഭൻ നദീകായൻ. മേഘവർണ്ണനം രാമനോടേറ്റുമുട്ടുവരല്ലോ. വേദിനി ദുഃഖം തീർക്കുവാൻ വന്ന ഈശ്വരൻ തന്നെ രാഘവൻ. മോദമോടെ വസിക്കുവാൻ ഭവൻ സീതയെ തിരിച്ചേകുക. ശൈലതുല്യരം വാനരകുലം ലങ്കയിൽ കടക്കും മുമ്പേ. ശൈവചാപം കുലച്ച രാമനും കോപമോടണയും മുമ്പേ. ശാശ്വതമായ സത്യമായുള്ള ഈശ്വരനാകും രാമന്. ശാരദേന്ദുവദനയായുള്ള സീതയെ തിരിച്ചേകുക. ഇന്ദ്രനാലും ശ്രീശങ്കരനാലും നിന്നെ രക്ഷിക്കാനാവില്ല. ഇന്ദ്രപൂജിതൻ രാമചന്ദ്രന്റെ സായകം മറുകീറിടും. കാലദേവന്റെ മടിയിലായാലും പാതാളത്തിൽ ഒളിച്ചാലും കാലമാകുന്ന രാമനിൽ നിന്നു രക്ഷ നേടുവാനാകില്ല. മരണകാലത്തു സ്മരണയാകേണ്ട സോദരൻ തന്റെ വാക്കുകൾ മാരണമായി തോന്നി രാവണൻ കോപമോടെ പറഞ്ഞല്ലോ. തീരണം ഇവൻ ഇപ്പോഴേ എന്റെ സോദരൻ ഇവനെങ്കിലും മരണവക്രത്തിലേക്കു തള്ളുന്ന ശത്രുവാണിവൻ കൂട്ടരെ. രാമ രാഘവ രാമ രാഘവ രാമ രാഘവ രക്ഷമാം. രാമ രാഘവ രാമ രാഘവ രാമ രാഘവ പാഹിമാം. തന്നുടെ ജ്യേഷ്ഠ സോദരൻ തനിക്കെന്നും പിതൃതുല്യൻ താൻ. താരക ബ്രഹ്മമാണു രാമനും ചിന്തിച്ചല്ലോ വിഭീഷണൻ. താനിനി ലങ്ക തന്നിലേക്കുള്ള രാമപാദങ്ങൾ ആശ്രയം. തത്വത്തെ ചിത്തം തന്നിലോർത്തല്ലോ ഭക്തനാകും വിഭീഷണൻ. കാലം പ്രധാനം പുരുഷൻ അവ്യക്തം നാലുമേ രാമൻ താനല്ലോ. കാലരൂപിയാം ഈശ്വരൻ അവതാരം ചെയ്തതും ഓർക്കുക. കാമചിന്തകൾ കൈവിടു ഭവൻ ഏകുക വിട മംഗളം. കാമകാമന രാമനെ കാണാൻ പോകയാണു ഞാൻ മംഗളം. രാമ രാഘവ രാമ രാഘവ രാമ രാഘവ രക്ഷമാം. രാമ രാഘവ രാമ രാഘവ രാമ രാഘവ പാഹിമാം. രാമ രാഘവ പാഹിമാം. രാമ രാഘവ ലക്ഷ്മമാം. രാമ രാഘവ രക്ഷമാം. രാമ രാഘവ രക്ഷമാം. രാമ രാഘവ പാഹിമാം. ഭാരതഭൂമിയിൽ ഭഗവാൻ ശ്രീരാമൻ്റെ നേതൃത്വത്തിൽ എങ്ങനെയാണ് ഈ സാഗരം മറുകര കടക്കേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ ലങ്കയിൽ ഈ സാഗരം കടന്ന് നമ്മുടെ ഉപവനങ്ങളും മന്ദിരങ്ങളും ഒക്കെ ചുട്ടുകരിച്ച ആ വാനരനെ കുറിച്ചായിരുന്നു അവിടെ ചർച്ച. ആരാ? സാക്ഷാൽ ദശാനനൻ, ആ രാവണൻ തന്നെയാണ് ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് പറഞ്ഞത്. നിങ്ങളൊക്കെ കണ്ടതല്ലേ. നമുക്ക് തല താഴ്ത്തേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ കുറച്ച് അതിൽ സത്യം ഉണ്ട്. ഈ ആർക്കും കടക്കാൻ സാധിക്കാത്ത ലങ്കയിലേക്ക് ഒരു വാനരൻ വന്നു എന്ന് മാത്രമല്ല, അവൻ സീതയെ കണ്ടു, രാക്ഷസന്മാരെയും അതേപോലെ തന്നെ എൻ്റെ പുത്രനായ മണ്ഡോദരിയുടെ പുത്രനായിരിക്കുന്ന അക്ഷകുമാരനെയും സംഹരിച്ച് ലങ്ക ദഹിപ്പിച്ച് യാതൊരു വിഷമവുമില്ലാതെ അവൻ തിരിച്ചുപോയി. സ്വസ്ഥ ഏവ പുന അഗാധ, അവൻ തിരിച്ചുപോയി. നമ്മളിനി എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ എന്താണെങ്കിലും എന്നോട് പറയൂ എന്ന് പറഞ്ഞപ്പോൾ രാക്ഷസന്മാർ പറഞ്ഞു, നിങ്ങൾ അല്ലയോ മഹാരാജാവേ, ചക്രവർത്തി, അങ്ങ് എന്തിനാ അതൊക്കെ വിഷമിക്കണത്? ദേവരണേ ലോകജിത, അങ്ങ് ആരാണ്? ദേവന്മാരുമായിട്ടുള്ള യുദ്ധത്തിൽ ലോകത്തെ ജയിച്ച ആളാണ്. അങ്ങക്കാണോ രാമനിൽ നിന്ന് ഒരു പേടി, ആശങ്ക? എന്തിനാ? അതിൻ്റെ ആവശ്യമില്ല. അവിടുത്തെ മകൻ മേഘനാഥൻ ദേവേന്ദ്രനെ പോലും തോൽപ്പിച്ചു. അതുകൊണ്ട് അദ്ദേഹം ഇന്ദ്രജിത്ത് എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങോ കുബേരം ജിത്വ പുഷ്പകമാനീയ, കുബേരനെ തോൽപ്പിച്ച് പുഷ്പവിമാനം കൊണ്ടുവന്ന് അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. കാലൻ പോലും അങ്ങയുടെ
മുമ്പിൽ തോറ്റ് ഓടിയ ചരിത്രമേ ഉള്ളൂ. വരുണനെ അങ്ങ് ഒരൊറ്റ ഹൂങ്കാരം കൊണ്ട് ഒന്ന് അമർത്തി മൂളിയപ്പോൾ വരുണൻ അങ്ങയുടെ കാക്കലു എന്ന് വീണു. സകല രാക്ഷസന്മാരും അങ്ങയുടെ ആജ്ഞാനുവർത്തികളാണ്. മയൻ പോലും അദ്ദേഹം എന്തു ചെയ്തു? അദ്ദേഹം പേടിച്ച് മയാസുരൻ തൻ്റെ മകളായിരിക്കുന്ന മണ്ഡോദരിയെ അങ്ങേക്ക് തന്നു, ഇല്ലേ? അങ്ങക്ക് വിവാഹം ചെയ്തു തന്നു. അപ്പം ഈ ഹനുമാൻ എന്ന് പറയുന്ന വാനരൻ ചെയ്ത കെടുതിയെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ വിഷമിക്കുന്നതിൽ ഒരർത്ഥമില്ല. അത് തത്വന അവജ്ഞാകൃതം, നമ്മുടെ ഒരു ഉപേക്ഷ. നമ്മൾ അത്രയൊന്നും വിചാരിച്ചില്ല ഒരു വാനരൻ വന്നിട്ട് നമ്മളെയൊക്കെ തോൽപ്പിക്കുമെന്ന് നമുക്ക് തോന്നിയില്ല. നമ്മളതിനെ നിസ്സാരമായി കണ്ടു. അതുകൊണ്ടാണ് പറ്റിയത്. നമ്മളൊരു കുരങ്ങനല്ലേ എന്ന് വിചാരിച്ച് വെറുതെ വിട്ടു. നമ്മുടെ പൗരുഷം അവിടെ കാണിച്ചില്ല. ഒരു കുരങ്ങനോടൊക്കെ നമ്മൾ എതിർക്കാൻ പാടുണ്ടോ എന്നൊക്കെ ആദ്യം വിചാരിച്ചു. അത് കുറച്ച് ആ അലംഭാവം അവന് കുറച്ച് ഗുണമായി തീർന്നു. അല്ലാതെ ഈ രാവണനെ തോൽപ്പിക്കാൻ ഇവർക്ക് ആർക്കും സാധിക്കില്ല. നമുക്ക് തെറ്റുപറ്റി, ഹനുമാൻ നമ്മളെ ചതിച്ചു, അത്രയേ ഉള്ളൂ. പക്ഷേ ഇനി ഒരിക്കൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവില്ല. നമ്മൾ ജയിക്കുക തന്നെ ചെയ്യും. നമുക്ക് അറിഞ്ഞിരുന്നുവെങ്കിൽ അവനെ ജീവനോടെ നമ്മൾ പറഞ്ഞയക്കുന്നുണ്ടോ? നമ്മൾ വാലിൽ തീ കൊളുത്തിയതിന് പകരം അവനെ നിർത്തി നമ്മൾ അഗ്നിക്ക് ആ സമർപ്പണം ചെയ്തേനെ. അല്ല സംശയമുണ്ടോ? അതുകൊണ്ട് അങ്ങ് ഓരോരുത്തരെ പ്രത്യേകം നിയോഗിക്കുക. ഈ സമയത്ത് കുംഭകർണൻ അവിടേക്ക് വന്നു. കുംഭകർണൻ ആ രാവണനെ നല്ലപോലെ ആ കൈകൂപ്പി പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, അങ്ങ് ചെയ്ത ഈ കാര്യങ്ങളുണ്ടല്ലോ, ഇത് കുറച്ച് നാശത്തിലേക്കാണ് ഈ പോക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. അന്ന് ആ മാരീചൻ പൊന്മാനിൻ്റെ വേഷത്തിൽ അവിടെ ചെന്ന് സീതായെ അവിടുന്ന് മോഹിപ്പിച്ച് രാമനും ലക്ഷ്മണനും അവിടുന്ന് പോയ സമയത്ത് സീതയെ തട്ടിക്കൊണ്ടുവന്നത് നന്നായി. രാമൻ ഭാഗ്യത്തിന് കണ്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. രാമൻ കണ്ടിരുന്നുവെങ്കിൽ യതി രാമഃ ത്വാം പശ്യതി രാവണ ജീവൻ ന ആയാസി, ജീവനോടങ്ങോട്ട് പോരും എന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. അതോടുകൂടി തീരും. രാമൻ വെറും മനുഷ്യനല്ല, അവ്യയഃ സാക്ഷാൽ നാരായണഃ, നാരായണനാണ്, സാക്ഷാൽ നാരായണനാണ് ഈ രാമൻ എന്ന് പറയുന്നത്. രാമപത്നിയോ ലക്ഷ്മി ഭഗവതിയാണ് സീത എന്ന് പറഞ്ഞ് രാക്ഷസന്മാരുടെ നാശത്തിനാണ് ആ സുന്ദരിയെ അങ്ങ് തട്ടിക്കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് മത്സ്യം വിഷം കലർന്ന ആ ഭക്ഷണം കഴിക്കുന്നത് പോലെയാണ് സീതാദേവി അങ്ങോട്ട് കൊണ്ടുവന്നത്. ഇനി എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് അങ്ങ് ചെയ്തത് അനുചിതമാണ്. പക്ഷേ അങ്ങയെ ഞങ്ങൾ ഉപേക്ഷിക്കില്ല. കാരണം ഞങ്ങളുടെ രാജാവാണ് അങ്ങ്. അങ്ങയ്ക്കൊരു തെറ്റുപറ്റിക്കഴിഞ്ഞാൽ അതിനെ മറികടക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്യും. ഞാനൊക്കെ നേരെ ആക്കിക്കോളാം എന്നിങ്ങനെ പറഞ്ഞ സമയത്താണ് ഇന്ദ്രജിത്ത് കടന്നു വന്നു. അച്ഛൻ പേടിക്കൊന്നും വേണ്ട, ചെറിയച്ഛൻ പറഞ്ഞതുപോലെ ഞങ്ങൾ നോക്കിക്കോളാം ഈ കാര്യങ്ങളൊക്കെ എന്നാണ്. ലക്ഷ്മണനോടൊപ്പം രാമനെയും സുഗ്രീവനെയും വാനരന്മാരെയും ഒക്കെ വകവരുത്തി അവിടുത്തെ അരികിലേക്ക് ഞാൻ വന്നോളാം, ഒന്ന് അനുജ്ഞ തന്നാ മതി, ഒരു അനുവാദം തന്നാ മതി എന്ന്. ഈ സമയത്താണ് രാവണൻ്റെയും കുംഭകർണൻ്റെയും സഹോദരനായിരിക്കുന്ന ആ വിഭീഷണൻ, ഇളയ സഹോദരൻ വിഭീഷണൻ അവിടേക്ക് വന്നു. ഭാഗവത പ്രധാന ബുദ്ധിമതാം വരിഷ്ഠ ശ്രീരാമപാദദ്വയേ ഏകതാനഃ. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭഗവത് ഭക്തന്മാരിൽ പ്രധാനിയാണ്, ബുദ്ധിമാന്മാരിൽ ഉത്തമനാണ്. അതൊന്നുമല്ല, ഏകാഗ്ര മനസ്സോടുകൂടി രാമപാദങ്ങളെ ആശ്രയിക്കുന്ന ആളാണ്. അതാണ് വിഭീഷണൻ്റെ ഏറ്റവും വലിയ കേമത്വം. അപ്പോൾ ആ ദേവാരിയായിരിക്കുന്ന രാവണനെ തൊഴുത് വിഭീഷണൻ പറഞ്ഞു, ഈ കുംഭകർണൻ തുടങ്ങിയ ആളുകൾ പറയുന്നത് കേട്ടിട്ട്, അതേപോലെ തന്നെ ഈ രാക്ഷസന്മാരൊക്കെ പറയണത് കേട്ടിട്ട് അങ്ങ് എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ അത് അപകടമാകും. അപ്പം ഇവിടെ രാമന് നേരെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ആരെക്കൊണ്ടും സാധിക്കില്ല. സീതയെന്ന് പേരായ ആ മഹാഗ്രഹത്താൽ ഗ്രസിക്കപ്പെട്ടേക്കാണ്. ഗ്രഹദോഷം എന്നൊക്കെ പറയില്ലേ, അവിടുന്ന് അതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഗ്രഹശാന്തിക്ക് എന്തു വേണം? ആ വിഗ്രഹമായിരിക്കുന്ന ധർമ്മവിഗ്രഹമായിരിക്കുന്ന രാമനെ ആശ്രയിക്കണം. സൽകൃത്യ താം അഭിരാമായ ദത്വാ ത്വം സുഖീ ഭവ. അങ്ങക്ക് സുഖമായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ രാമന് ആ സീതയെ സമർപ്പിക്കുക. എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് പറയാം.
രാമന്റെ കൂരമ്പുകൾ ലങ്ക മുഴുവനും വ്യാപിച്ച് ദാനവന്മാരുടെ രാക്ഷസന്മാരുടെ തലകൾ അരിഞ്ഞു വീഴും. അതിനു മുമ്പ് തന്നെ താവൽ താം ജാനകീം ത്വം രഘുനായകസ്യ പ്രതിദാതും അർഹസി. ആ ശ്രീരാമചന്ദ്രന് കൊടുക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ ഈ ലങ്ക മുഴുവൻ രാമസായകത്തിൽ ഇല്ലാതെയായിട്ട് തീരുക തന്നെ ചെയ്യും എന്നിങ്ങനെ പറയുന്നു. പർവ്വത സമാനന്മാരായിരിക്കുന്ന, സിംഹത്തിന് തുല്യമായിരിക്കുന്ന വീര്യമുള്ള, നഖം കൊണ്ടും തേറ്റ കൊണ്ടും പൊരുതാൻ കഴിവുള്ള ആ വാനരന്മാരുണ്ടല്ലോ, അവരെ വെറും വാനരന്മാരായിട്ട് കരുതരുത്. ലങ്കയെ കടന്നാക്രമിച്ച് അവർ തകർക്കുന്നതിന് മുമ്പ് വിനാശയന്തി താവദ്രുതം താം രഘുത്തമായ ദേഹി, ആ സീതയെ രഘുത്തമനായിരിക്കുന്ന, ആ കോസലാധീശനായിരിക്കുന്ന ശ്രീരാമചന്ദ്രന് സമർപ്പിച്ചോളൂ. ഇനി അങ്ങനെ ചെയ്യാത്ത പക്ഷം സുരേന്ദ്രൈശങ്കരേണ ഗുപ്ത അപി, സുരേന്ദ്രൻ ആ ദേവേന്ദ്രനെ കൊണ്ടോ സാക്ഷാൽ മഹാദേവനെ കൊണ്ടോ, സംഹാരരുദ്രനായിരിക്കുന്ന മഹാദേവൻ ഒളിപ്പിച്ചാൽ പോലും രാമൻ അങ്ങേ ജീവനോട് വിടില്ല. ദേവരാജന്റെ ആ ദേവേന്ദ്രന്റെ മടിയിലിരുന്നു രക്ഷയ്ക്ക് യാതൊരു ഗുണമില്ല. ഇനി യമന്റെ മടിയിൽ, അല്ലേ, സംഹാരത്തിന്റെ കാലമൂർത്തിയാണ് കാലൻ എന്ന് പറഞ്ഞാൽ, ആ കാലന്റെ മടിയിൽ പോയിരുന്ന് രക്ഷപ്പെടാന്ന് വിചാരിച്ചല്ലോ, നടക്കില്ല. പാതാളലോകാൻ സംപ്രവിഷ്ട അപീത, പാതാളലോകത്തിൽ പോയി ഒളിക്കാന്ന് വിചാരിച്ചാലും ഫലം ഉണ്ടാവില്ല. അതുകൊണ്ട് എന്തു വേണം? സീതയെ രാമന് ഏൽപ്പിച്ചു കൊടുക്കുക, രാമന് സമർപ്പിക്കുകയാണ് വേണ്ടത് എന്നിങ്ങനെ പറയുന്നു. ദേഷ്യം ഇങ്ങോട്ട് വന്നില്ലേ? മരണസമയത്ത് ആരുടെ നാമം ജപിച്ചാലാണോ നമുക്ക് ഭഗവത് പദപ്രാപ്തി സാധ്യമാവുന്നത്, ആ രാമനിൽ വിശ്വാസമുള്ള വിഭീഷണൻ പറഞ്ഞ വാക്കുകൾ അത് സ്മരണയിലേക്ക് കയറിയില്ല എന്ന് മാത്രമല്ല, മരണം അടുത്തു നിൽക്കുന്ന രാവണന് അത് വലിയൊരു മാരണമായിട്ടാണ് തോന്നിയത്. വിഭീഷണോട് പറഞ്ഞു, ഞാൻ നൽകിയത് തിന്ന് വളർന്ന നീയ്, എൻ്റെ ചോറും അവിടേക്ക് കൂറും, അല്ലേ? എനിക്ക് തന്നെ എതിര് പ്രവർത്തിക്കുകയാണ് നീയ്. മിത്രഭാവേന എൻ്റെ ശത്രുവായി പിറന്നവൻ, അതാണ് നീയ്. അതുകൊണ്ട് നീയുമായിട്ടുള്ള സഹവാസം ഇനി എനിക്ക് പറ്റില്ല. ഇത് നിനക്ക് പകരം വേറൊരു രാക്ഷസനാണ് ഇങ്ങനെ എൻ്റെ മുമ്പിൽ വന്ന് ഈ വക വർത്തമാനങ്ങൾ പറഞ്ഞത് എന്നുണ്ടെങ്കിൽ ഒരു വാക്ക് പോലും മുഴുവനാക്കാൻ അവന് സാധിക്കുമായിരുന്നില്ല. അതിനു മുമ്പേ അവൻ്റെ തല താഴത്ത് വീണാനെ. പക്ഷേ നീ എൻ്റെ സഹോദരനായിപ്പോയില്ലേ, അതുകൊണ്ടാണ് ഞാൻ ക്ഷമിക്കണത്. വിഭീഷണൻ അതിങ്ങനെ കേട്ടു. രാവണന്റെ അടുത്ത് ഇങ്ങനെ നോക്കി. തൻ്റെ ആ ഒപ്പം നിൽക്കുന്ന രാമഭക്തന്മാരായ 4 മന്ത്രിമാരോടുകൂടി തൻ്റെ ആ ശക്തി കൊണ്ട് ആകാശവീഥിയിലേക്ക് ഉയർന്നങ്ങോട്ട് പൊങ്ങി എന്നാണ്. 4 മന്ത്രിമാരോടുകൂടി ആകാശത്തിൽ നിലയുറപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇപ്പോ ത്വം വിനാശം മാ ഉപൈഹി, നീ വിനാശം അടയാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. പക്ഷേ നിനക്ക് നാശം തന്നെ ഉണ്ടാവുള്ളൂ. കാരണം നീ രാമനെ ധിക്കരിക്കുന്നു, രാമനെ ആശ്രയിക്കുകയാണ് വേണ്ടത്. കഷ്ടം. എന്നെ ധിക്കരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ രാമൻ്റെ ഭക്തനാണ്, രാമനെ ധിക്കരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. എൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ്, പിതുസ്സമഹ, എനിക്ക് എൻ്റെ അച്ഛനെ പോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ ദാ വീണ്ടും പറയണു, കാല രാഘവരൂപേണ ദശരഥാലയെ ജാതഃ, ദശരഥാലയത്തിൽ ദശരഥന്റെ പുത്രനായി അയോധ്യയിൽ പിറന്ന രാമനുണ്ടല്ലോ, സാക്ഷാൽ കാലസ്വരൂപിയാണ്. ആ കാലസ്വരൂപയുടെ പ്രിയപത്നിയാണ് സീതാദേവി എന്ന് പറയുന്നത്. കാലി സീതാഭിധാനേന ജനകനന്ദിനി ജാത, ജനകപുത്രിയായിട്ട് അവതരിച്ചതും ഈ ലോകത്തിൻ്റെ മുഴുവൻ നാഥനായ ഭഗവാന്റെ ശക്തിസ്വരൂപിണിയാണ്. അതാണ് സീത എന്നുള്ളത്. അപ്പം അതുകൊണ്ട് ഇവിടെ എൻ്റെ ഹിതോപദേശം അങ്ങ് കേൾക്കാതിരിക്കുന്നതും ആ ഭഗവാന്റെ പ്രേരണ കൊണ്ടാണ്. ഭഗവാൻ അനുഗ്രഹിച്ചാൽ മാത്രമേ ശരിയായത് ശരിയായ വിധത്തിൽ ശരിയായ സമയത്ത് ശരിയായ പോലെ നടത്താനായിട്ട് സാധിക്കുള്ളൂ, അല്ലേ? നല്ല ബുദ്ധി ഉണ്ടായിട്ട് കാര്യമില്ല, ബുദ്ധി വേണ്ട പോലെ പ്രവർത്തിക്കണം. അതുകൊണ്ടാണ് ചില ആളുകളൊക്കെ ഭഗവാന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കും, ഭഗവാനെ നല്ല ബുദ്ധി നേരെ തോന്നണേ എന്നൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്, ഇല്ലേ? ഏതായാലും പറഞ്ഞു, ഇവിടെ എല്ലാത്തിൻ്റെയും ഉണ്ടായതിൻ്റെ മുഴുവൻ അകത്തും പുറത്തും എല്ലാം ഒരുപോലെ നിൽക്കുന്ന ആ ഭഗവാൻ നാമരൂപാധിഭേദം കൊണ്ട് അതാതിൽ ചേർന്ന് കഴിയുകയാണ്. ആ ഭഗവാനെ അറിയുകയാണ് വേണ്ടത്. ഒരേ ഒരു അഗ്നി പലതരത്തിലുള്ള മരങ്ങളിൽ പലതരത്തിലുള്ള വിറകുകളിൽ അതിൻ്റെ സ്വരൂപം സ്വീകരിക്കുന്നത് പോലെ
ആകാശത്തുള്ള സൂര്യൻ താഴെയുള്ള ജലപാത്രങ്ങളിൽ പല പല രൂപത്തിൽ കാണുന്നത് പോലെ നീലയോ മഞ്ഞയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിറം കലരുന്ന സമയത്ത് ആ സ്ഫടികം അതിന് നിറം മാറുന്നത് പോലെ ഈ ആത്മാവായിരിക്കുന്ന ഭഗവാനും നമ്മുടെ ഓരോ ജീവനുമനുസരിച്ച് ഓരോ രീതിയിൽ കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിത്യമുക്തനായിരിക്കുന്ന ഭഗവാൻ കാലമായും പ്രധാനമായും പുരുഷനായും അവ്യക്തമായും കാണപ്പെടുന്നു എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ നിത്യമുക്തനും ഉണ്ടാകുന്ന 4 ഭേദങ്ങളാണ് കാലം, പ്രധാനം, പുരുഷൻ, അവ്യക്തം എന്നുള്ളത്. അപ്പോൾ ഉത്ഭവസ്ഥിതി ലയങ്ങൾക്ക് സാക്ഷിയാകുവാൻ ഭഗവാനാണ് എല്ലായ്പ്പോഴും ഉള്ളത് എന്നുള്ളതുകൊണ്ട് ഭഗവാൻ കാലസ്വരൂപനാണ്. ഭൗതിക സൃഷ്ടിയുടെ ഉറവിടം ഭഗവാനായതുകൊണ്ട് പ്രധാനം എന്ന് പറയുന്നത് ഭഗവാനാണ്. പിന്നെ പുരുഷൻ എന്ന് പറയുന്നത് ജീവാത്മാവ്, അവ്യക്തം എന്ന് പറയുന്നത് സൃഷ്ടി നിയമം തത്വത്തിൽ പരംജ്യോതിസിൽ നിന്ന് ഉത്ഗമിക്കുന്നു എന്നുള്ളത് കൊണ്ട് എല്ലാം ഭഗവാൻ തന്നെയാണ്. ഈ അഭിന്നങ്ങളൊക്കെ തന്നെ എന്താണ്? ആ ഭഗവാൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കണം എന്ന് പറയാണ്. ഇപ്പം ജന്മാദിയില്ലാത്ത ആവ്യയൻ ലോകത്തെ രക്ഷിക്കുന്നു, കാലസ്വരൂപനായി ജഗത്തിനെ മുഴുവൻ സംഹരിക്കുകയും ചെയ്യുന്നു. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്നത് ആ ഭഗവാനാണ്. ആ ഭഗവാനാണ് ഇവിടെ രാമനായി വന്നിരിക്കുന്നത്. ആ കാലസ്വരൂപനായ ഭഗവാൻ ദേവന്മാരുടെയും ബ്രഹ്മാവിൻ്റെയും പ്രാർത്ഥനയനുസരിച്ച് രാമരൂപം സ്വീകരിക്കുകയാണ് ഉണ്ടായത്. അതെന്തിനു വേണ്ടിയിട്ടാ? ത്വദ്വധാർത്ഥം, അങ്ങയെ കൊല്ലാൻ വേണ്ടി വന്നേക്കാണ്. ഈശ്വരൻ സത്യസങ്കല്പനാണ്, മറിച്ച് അദ്ദേഹത്തിന് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. അപ്പോ ഹനിഷ്യതിത്വാം രാമസ്തു സപുത്ര ബലവാഹനം ഹന്യമാനം ന ശക്നോമി ദ്രഷ്ടും രാമേണ രാവണ ത്വാം രാക്ഷസകുലം കൃഷ്ണം തതോ ഗച്ഛാമി രാഘവം മയ്യാതെ സുഖീഭൂത്വ രമസ്വ ഭവനേചിരം. അപ്പോ മക്കളോടും സേനയോടും കൂടി വാഹനങ്ങളോടുകൂടി അങ്ങയെ രാമൻ നിഗ്രഹിക്കും. സകല രാക്ഷസകുലവും നീയും രാമനാൽ വധിക്കപ്പെടുന്നത് കാണാൻ എനിക്ക് ശക്തിയില്ല എന്നുള്ളത് കൊണ്ട് രാഘവം ഗച്ഛാമി, ഞാൻ എന്തു ചെയ്യണു? ആ ഭഗവാന്റെ അടുത്തേക്ക് പോവാണ്. ഞാൻ പോയതിനു ശേഷം നീ അരമനയിൽ ഉല്ലാസത്തോടു കൂടി കഴിയേ, അല്ലെങ്കിൽ അവസാനം രാമന്റെ ബാണമേറ്റ് കഴിയേ മരിക്കുകയെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഞാനിവിടെ നിൽക്കണില്ല എന്നിങ്ങനെ പറയുന്നു. വിഭീഷണോ രാവണവാക്യദക്ഷണാൽ വിസൃജ്യ സർവം സപരിച്ഛതം ഗൃഹം ജഗാമരാമസ്യ പദാരവിന്ദയോ സേവാഭികാംക്ഷി പരിപൂർണമാനസ. രാവണന്റെ ഈ വാക്കുകളൊക്കെ കേട്ടപ്പോൾ വിഭീഷണൻ ഉറപ്പിച്ചു, ഇവിടെ നിൽക്കല്ല നല്ലത്. ആ 4 മന്ത്രിമാരോടുകൂടി അവിടുന്ന് ശ്രീരാമചന്ദ്രന്റെ പരിപൂർണമാനസനായിരിക്കുന്ന രാമചന്ദ്രന്റെ പാദാരവിന്ദങ്ങളെ സേവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അവിടുന്ന് യാത്രയായി. പാർവതീദേവിയോട് മഹാദേവൻ അവിടെ 2ാമത്തെ സർഗം പറഞ്ഞു നിർത്തി. ഇനി 3ാമത്തെ സർഗത്തിലേക്ക് എത്തുമ്പോൾ വിഭീഷണന്റെ ശരണാഗതി, വിഭീഷണന്റെയും വരുണന്റെയും നിർദ്ദേശപ്രകാരം രാമൻ സേതു ബന്ധനം ചെയ്യുന്നതായിട്ടുള്ള രംഗം, അതിനുശേഷം പിന്നീട് ആ സേതു കടന്ന് സമുദ്രലംഘനം നടത്തി അതിനിടയിൽ ശുകൻ എന്ന രാവണദൂതനെ പിടിക്കണു. പിന്നീട് അവനെ പറഞ്ഞുവിടുന്നു രാവണന്റെ അടുത്ത് എന്ന്. ശുകൻ എന്ന ആ ദൂതൻ പറയുന്ന വാക്കുകൾ രാവണശുക സംവാദം എന്നുള്ള രീതിയിൽ, അതിനുശേഷം ശുകന്റെ ആ വൃത്താന്തങ്ങളെക്കുറിച്ച്, മല്യവാന്റെ ഉപദേശങ്ങളെക്കുറിച്ച് ഒക്കെ പറഞ്ഞ് യുദ്ധരംഗത്തിലേക്ക് കടക്കുകയാണ് ആ 5ാമത്തെ സർഗത്തിൽ. ആ രംഗങ്ങളൊക്കെ നമുക്ക് നാളെ ഭഗവാന്റെ അനുഗ്രഹം പോലെ അനുസ്മരിക്കാം. ഇപ്പോൾ സ്വസ്തി സൂക്തങ്ങൾ ചൊല്ലി ദീപാരാധനയോടുകൂടി സമർപ്പിക്കാം. ജാനകീകാന്തസ്മരണം ജയ് ജയ് രാമ രാമ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുജനാ ഭവന്തു. ലോകാ സമസ്താ
ത്വൽഭക്താ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദന കൗസല്യാത്മജ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ സീതാവല്ലഭ ശരണം മേ തവ ചരണയുഗം. ശരണം മേ തവ ചരണയുഗം. ശരണം മേ തവ ചരണയുഗം.